My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 328ാമത്തെ എപ്പിസോഡിൽ അർജന്റ് നൈട്രിക്കം എന്ന അധ്യായത്തിൻ്റെ 4ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ചില കമ്പാരിസൺസ് വരുന്നുണ്ട്. ചില സവിശേഷമായ പർട്ടിക്കുലർ ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ധാരാളം ഔഷധങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് കെൻറ്റ് വിശദീകരിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഈ ഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഹോമിയോപ്പതിക് പൊട്ടൻസികളുടെ ഉയർന്ന ഡൈനാമൈസേഷൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച്, അവിടെ ഔഷധം ഒരു ഡോസ് എങ്ങനെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സാധാരണ ഏത് മനുഷ്യനും മനസ്സിലാവുന്ന ഭാഷയിൽ കെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വളരെ ദുഃഖകരമായ ഒരു സംഭവത്തെ, എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. ഒരു ശിശുവിൻ്റെ അമ്മയുടെ പ്രശ്നങ്ങൾ, അമ്മയുടെ ചില സാഹചര്യങ്ങളും അവർ കഴിക്കുന്ന ആഹാരവും അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും കുട്ടിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ടൊരു അറിവ്. ഞാൻ ജീവശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു പുസ്തകം, ഈ ഒരു അധ്യായം, ഈ ഒരു ഭാഗം ഞാൻ വായിക്കുകയും ഇത് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നതാനും, പക്ഷേ ആ ഒരു സമയത്ത് അതെൻ്റെ മനസ്സിലേക്ക് വന്നില്ല. അത് വലിയൊരു പരാജയത്തിന് കാരണമായി തീരുകയും ചെയ്തു. ജീവശാസ്ത്രവും ശരീരശാസ്ത്രവും ഒക്കെ വിശദമായിട്ട് പഠിക്കുന്ന നിങ്ങൾക്ക് അത്തരം അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യത കുറവാണ്. എങ്കിലും അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു എപ്പിസോഡ് വളരെ ശ്രദ്ധയോടെ നമുക്ക് ശ്രവിക്കാം. ഒരു കൊട്ടേഷനോടെയാണ് തുടങ്ങുന്നത്. ഫെൽറ്റ് ആസ് ഇഫ് ഹി ഹാഡ് എ സ്റ്റിക്ക് ഇൻ ദ ത്രോട്ട് വെൻ സോളോയിങ്. ആഹാരം ഇറക്കുമ്പോൾ അല്ലെങ്കിൽ പാനീയങ്ങൾ ഇറക്കുമ്പോൾ തൊണ്ടയിൽ ഒരു കമ്പ്, ഒരു മരക്കമ്പ് ഇരിക്കുന്ന പോലെ ഒരു തോന്നല്. ഇത്തരം ഫീലിങ്ങിനെ കുറിച്ച് നമ്മൾ പല ഔഷധങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അർജന്റ് നൈട്രിക്കം കൊടുക്കേണ്ട സാഹചര്യങ്ങൾ കെൻറ്റ് തുറന്ന് വിശദമാക്കി തരുന്നുണ്ട്. അത് ഹെപ്പാർ സൾഫുമായിട്ടുള്ളൊരു കമ്പാരിസണിലൂടെയാണ്. അറ്റ് വൺസ് യു വിൽ സീ ഇറ്റ്സ് ക്ലോസ് റിലേഷൻ ടു ഹെപ്പാർ ഇൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഓഫ് ദ ത്രോട്ട് വിത്ത് അൾസറേഷൻ. തൊണ്ടയിലുണ്ടാകുന്ന വീക്കങ്ങൾ, തൊണ്ടയിലെ വ്രണങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്പിരിക്കുന്ന പോലൊരു ഫീല്, ഒരു തോന്നല് ഹെപ്പാറിലുണ്ട്. മറ്റു ചില ഔഷധങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അർജന്റ് നൈട്രിക്കം, ഹി വാണ്ട്സ് ടു ബി ഇൻ എ കോൾഡ് റൂം, വാണ്ട്സ് കോൾഡ് എയർ ആൻഡ് സോളോ കോൾഡ് തിങ്സ്. അർജന്റ് നൈട്രിക്കം പേഷ്യൻറ്റിനാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ അയാൾക്ക് തണുപ്പിനോടാണ് അയാൾക്ക് താല്പര്യമുണ്ടാകുന്നത്. തണുത്ത മുറിയിലിരിക്കണം, തണുത്ത കാറ്റ് കിട്ടണം, തണുത്ത പാനീയങ്ങൾ കഴിക്കണം, ഒക്കെ തണുത്തിരിക്കണം, അങ്ങനെയുള്ള ചിന്ത. പക്ഷേ ഹെപ്പാറിലാണെങ്കിലോ, ഇൻ ഹെപ്പാർ ഹി വാണ്ട്സ് വാം തിങ്സ് ടു ഡ്രിങ്ക്. നേരെ തിരിച്ചാണ്. ടെമ്പറേച്ചറിൻ്റെ ഒരു മൊഡാലിറ്റി നേരെ വിപരീതമാണ്. എ വാം ക്ലോത്തിങ്, ചൂടുള്ള വസ്ത്രം വേണം. വാം റൂം, ചൂടുള്ള മുറിയിലിരിക്കണം. ആൻഡ് കനോട്ട് പുട്ട് ഈവൻ ഹിസ് ഹാൻഡ് ഔട്ട് ഓഫ് ബെഡ് ഓർ ഹിസ് ത്രോട്ട് വിൽ ബിഗിൻ പെയിനിങ് ഹിം. അപ്പോൾ പുറച്ചുകൂടി കിടന്ന് ചൂടിന് വേണ്ടി പുറച്ചുകൂടി കിടക്കുമ്പോൾ കൈയൊന്ന് പുറത്തേക്ക് ഇട്ടാൽ മതി ബ്ലാങ്കറ്റിന്, അയാളുടെ തൊണ്ടയിൽ പ്രയാസം വരും. ഇതൊരു വളരെ തണുത്തൊരു രാജ്യത്ത് സംഭവിക്കുന്നൊരു കാര്യമാണിത്. തണുത്ത കാലാവസ്ഥയിൽ സംഭവിക്കുന്ന കാര്യമാണിത്. നമ്മളെ കാലാവസ്ഥയിൽ നോക്കുമ്പോൾ ആ തരത്തിൽ തന്നെ മോഡിഫൈ ചെയ്തെടുക്കണം. എക്സാക്റ്റ് ആ ഒരു തോന്നൽ, ആ ഒരു ടെമ്പറേച്ചർ ടെമ്പറാമെൻറ്റിൽ നമ്മൾ കാണണമെന്നില്ല. പക്ഷേ അർജന്റ് നൈട്രിക്കം പേഷ്യന് തണുപ്പാണ് വേണ്ടെങ്കിൽ ഹെപ്പാർ സൾഫേറ്റിന് ചൂടാണ് വേണ്ടത്. തിങ്സ് യു സീ ജസ്റ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ്, ബട്ട് ദേ ബോത്ത് ഹാവ് സ്റ്റിക്സ് ഇൻ ദ ത്രോട്ട്. രണ്ടിനും തൊണ്ടയിൽ കമ്പുകളുണ്ട്. ഇൻ ഡ്രൈ ക്രോണിക് കാറ്റാർ അലൂമിനി ആൻഡ് നാറ്റമ്യൂറിക് ആറ്റ് ഹാവ് സ്റ്റിക്സ് ഇൻ ദ ത്രോട്ട്. ഇനി വരണ്ട പഴകിയ തരത്തിലുള്ള ഈ കഫസംബന്ധമായ പ്രശ്നങ്ങളിൽ അലൂമിനിയിലും നാട്രമ്യൂറിലും ഈ ഒരു പ്രശ്നമുണ്ട്, തൊണ്ടയിൽ കമ്പുകൾ. ബട്ട് ഇൻ റെഡ് ത്രോട്ട് വിത്ത് ട്യൂഫാക്ഷൻ ആൻഡ് പെയിൻ ദോസ് റെമഡീസ് ഗിവ് നോ റിലീഫ്. പക്ഷേ ഈ തൊണ്ടയിൽ വേദനയുണ്ട്, തൊണ്ട ചെമപ്പ് നിറമാണ്, വീർത്ത് ട്യൂഫാക്ഷൻ ഉണ്ട്, വീർത്ത് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഈ ഔഷധങ്ങളൊന്നും അവിടെ പറ്റില്ല. ദ ഫോമർ ടു ആർ ബെറ്റർ. നേരത്തെ പറഞ്ഞ രണ്ടുമാണ് നല്ലതവിടെ. സ്റ്റിക്സ് ഇൻ ദ ത്രോട്ട് ലൈക്ക് ഫിഷ് ബോൺസ്. മീനിൻ്റെ മുള്ളിരിക്കുന്ന പോലെ ഒരു കമ്പിരിക്കുന്നതും മീനിൻ്റെ മുള്ളിരിക്കുന്നതും വ്യത്യാസമുണ്ട്. അതിൻ്റെ വേദനയുടെ സെൻസേഷൻ വ്യത്യാസമുണ്ടാവും. നൈട്രിക് ആസിഡ്, ഹെപ്പാർ
and arginine are the most striking remedies for the fish-bone sensation. മീനിൻ്റെ മുള്ളിരിക്കുന്ന പോലെ തോന്നലാണെങ്കിൽ എന്തൊക്കെയാണ്? നൈട്രിക് ആസിഡ്, ഹെപ്പാറ്, അർജന്റീൻ നൈട്രിക്കം, ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് വരുന്നത്. Many remedies are sticking in the throat, but these are the most prominent. We know how arginine nitricum has been used for ulceration in the throat. അപ്പോൾ തൊണ്ടയിലെ വ്രണങ്ങൾക്ക് അർജന്റീൻ നൈട്രിക്കം എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ആൻഡ് ഹിയർ കംസ് ഇൻ ആസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഫുൾ റെമഡീസ് ഇൻ കഞ്ചഷൻ ഓഫ് ദ ത്രോട്ട്. തൊണ്ട ഇങ്ങനെ വീർത്ത് കെട്ടി കഫമൊക്കെ വന്ന് നീരൊക്കെ വന്ന് നിറഞ്ഞ് തൊണ്ട അടഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും ഉപകരിക്കുന്ന ഔഷധങ്ങളൊന്നാണത് ഓഫ് ലോങ് സ്റ്റാൻഡിങ്. പഴകിയ കേസിലാണ്, അക്യൂട്ട് കണ്ടീഷൻ അല്ല. കറ്റാർ വിത്ത് ലോസ് ഓഫ് വോയിസ്, കഫസംബന്ധമായ പ്രശ്നങ്ങൾ വന്നു, ശബ്ദം പോയി. വാട്ടി ഗ്രോസ്, കോണ്ടിലോമാറ്റ എക്സെട്ര, തൊണ്ടയിൽ ഈ സ്വനതന്ത്രിക്കലിൽ വരെ അരിമ്പാറയും മറ്റുമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു സൈക്കോട്ടിക് നേച്ചർ ശക്തമായിട്ട് ഇതിലുണ്ടെന്ന്. എയ്നസിലും ഒക്കെ നമ്മൾ കണ്ടു തൊണ്ടയിലുണ്ട്, തൊണ്ടയിലെ സ്വനതന്ത്രിക്കൽ വരെ ഉണ്ട്. ലോസ് ഓഫ് വോയിസ്, ഡിഫാക്ഷൻ ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ റൗണ്ട് അബൌട്ട് ദ വോക്കൽ കോഡ്സ് ആൻഡ് പാരസിസ് ഓഫ് ദ വോക്കൽ കോഡ്സ്. അപ്പോൾ സ്വരതന്ത്രികളുടെ ആ ഭാഗത്ത് ശ്ലേഷ്മസ്തരങ്ങളിൽ മ്യൂക്കസ് മെംബ്രെയിനിൽ നീര് വന്ന് വീർത്ത് കെട്ടിയിരിക്കുന്നു. അവിടെ ഒരു തളർച്ചയുണ്ട്. അതുമായിട്ട് അതിനെ ചലിപ്പിക്കുന്ന പേശികളിൽ ഭാഗികമായ തളർച്ച ഉണ്ടാകുന്നു. കോണ്ടിലോമാറ്റ കൊണ്ട് വോക്കൽ കോഡ്സ്, സ്വരതന്ത്രികൾ അരിമ്പാറകൾ വരെ വരുന്നു. ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് ആൻഡ് റെഫ്യൂസസ് ഡ്രിങ്ക്, വിശപ്പ് പോയി കൊട്ടേഷനാണ്. റെഫ്യൂസ് ഡ്രിങ്ക്, എന്തെങ്കിലും കുടിക്കാൻ അയാൾ മടിക്കും. അർജന്റീൻ നൈട്രിക്കം പേഷ്യൻ്റ് മടിക്കുന്നു. ദിസ് ഇസ് അനദർ ഫീച്ചർ, ഡിസയേഴ്സ് ഷുഗർ. ഇനിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് എൻ്റെ കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, വിറ്റാലിസ പറഞ്ഞിരിക്കുന്നത് ഡിസയേഴ്സ് ഷുഗർ. പഞ്ചസാരയോടുള്ള വലിയൊരു മോഹം, ലൈക്കല്ല ഡിസയറാണ്. അത് വിറ്റാലിസ പറഞ്ഞിരിക്കുന്നത്. ഹീ ഫീൽസ് ദാറ്റ് ഹീ മസ്റ്റ് ഹാവ് ഇറ്റ് ആൻഡ് ഇറ്റ് മേക്സ് ഹിം സിക്ക്. അപ്പോൾ അയാൾക്കത് കഴിക്കണം. ഒരു മിഠായി, മധുരപലഹാരങ്ങൾ, പഞ്ചസാര അടങ്ങിയ പലഹാരങ്ങൾ കഴിക്കണം, നിർബന്ധമായിട്ട് കഴിക്കണം. പക്ഷെ അത് കഴിച്ചാലേ കുഴപ്പമുണ്ടാകുന്ന നമുക്ക് അറിയാം, ഇനിയും കഴിക്കാതിരിക്കാൻ പറ്റില്ല. ബ്രിങ്സ് ഓൺ ഇറക്ടേഷൻസ്, ഇൻക്രീസ് ഫ്ലാറ്റ്ലൻസ്, സോർ സ്റ്റൊമക്ക്, എമ്പക്കം വരും, പൊളിച്ചത് കെട്ടും, വയറിൽ വായു എന്ന് പറയും, വയറ്റിൽ പുളിപ്പുണ്ടാകും. ഹി കനോട്ട് ഡൈജസ്റ്റ്, പഞ്ചസാര അടങ്ങിയ പലഹാരങ്ങളെ അയാൾക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ഫിസിക്കൽ ബ്രിങ്സ് ഓൺ ഡയറിയ. അയാളിലൊരു കഥാർട്ടിക് എഫക്റ്റ് ഉണ്ടാക്കും, ഫിസിക്കായിട്ട് വർക്ക് ചെയ്യും, എന്നിട്ട് അയാൾ വയറിളക്കം ഉണ്ടാക്കും പഞ്ചസാര. എന്നെ സംബന്ധിച്ചോളം നേരെ തിരിച്ചാണ്. ഈ മധുര പലഹാരങ്ങൾ, പഞ്ചസാര അടങ്ങിയ സാധനങ്ങൾ എന്നിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയുണ്ട് സാഹചര്യം. സോ മാർക്ഡ് ഈസ് ദ അഗ്രിവേഷൻ ഫ്രം ഷുഗർ ദാറ്റ് ദ നഴ്സിംഗ് ഇൻഫന്റ് വിൽ ഗെറ്റ് എ ഗ്രീൻ ഡയറിയ ഇഫ് ദ മദർ ഈറ്റ്സ് കാൻഡി. ഇനിയാണ് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം തുടങ്ങുന്നത്. അമ്മ പഞ്ചസാര അടങ്ങിയ മിഠായി തിന്നുന്നു, കുട്ടിക്ക് വയറിളക്കം ഉണ്ടാകുന്നു, പച്ച നിറത്തിലുള്ള മല പോകുന്നു. Then is it astonishing that the baby can get a dynamous dose from the mother, but the dynamous dose can travel like lighting, and sugar takes all day to be digested and dynamized and fed as poison to the baby. ഇവിടെ പറയുന്നത് ഒരു വിഷവസ്തു, ഇവിടെ പഞ്ചസാര കലർന്ന മധുരപലഹാരങ്ങളോ ഈ അമ്മയ്ക്കൊരു വിഷവസ്തുവാണ്. ആ വിഷവസ്തു അമ്മയിൽ കിടന്ന് ദഹിച്ചു, അല്ലെങ്കിൽ ദഹന പ്രക്രിയക്ക് വിധേയമായി. ദഹിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ദഹനപ്രക്രിയയിൽ നിന്നും ഉളവായ ആ പഞ്ചസാരയുടെ സത്ത്, അതിന് ഡൈനാമിക് സൈഡ്, പൊട്ടൻസിയേഷനിലും മറ്റുമൊക്കെ സംഭവിക്കുന്ന പോലെ സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ പഞ്ചസാരയുടെ ഒരു ഡൈനാമിക് എഫക്റ്റ് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ വേറെ ചിന്തിക്കണം. യഥാർത്ഥ പൊട്ടൻസി മെഡിസിനും ഇങ്ങനെ പോകാം, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പോകാം. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളെ ഞെട്ടിക്കുന്നില്ലേ, നിങ്ങളെ അത്ഭുത സ്തബ്ധരാക്കുന്നില്ലേ എന്നാണ് എൻ്റെ ചോദിക്കുന്നത്. എങ്ങനെയാണ്? ഒരു മിന്നൽ പിണർ ആകാശത്ത് നിന്ന് മേഘങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നു. വായുമണ്ഡലത്തിലൂടെ കടന്ന്, ഒരുപക്ഷെ കെട്ടിടങ്ങളിലൂടെ, മരങ്ങളിലൂടെ കടന്ന് അത് ടാർഗറ്റ് ഭൂമിയിലേക്കെത്തും. അതിന്
ഒരു ഹോമിയോപ്പതിക് ആക്ഷനിലേക്ക് കടന്ന ഈ ഒരു വിഷവസ്തു ഇവിടെയാണെങ്കിൽ പഞ്ചസാര ഒരു മിന്നൽ പിണർ പോലെ കുഞ്ഞിലേക്കെത്തും. വാസ്തവത്തിൽ നമ്മളെ പൊട്ടൻസികൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇത് വായിച്ച് പിറ്റേ ദിവസം തന്നെ ഞാൻ ബാബുചേട്ടൻ തന്നു. ബാബുചേട്ടൻ സംസാരിച്ചു. ധാരാളം അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മിന്നൽ പിണർ പോലെ നാവിൻ്റെ അടിയിൽ വെച്ച് കൊടുത്ത ഒരു ഔഷധം ചില കേസുകളിൽ മിന്നൽ പിണർ പോലെ എങ്ങനെ പ്രവർത്തിച്ചു, അത് അത്രയ്ക്ക് മനോഹരമാണ്. ഇവിടെ ഒരു നെഗറ്റീവ് മീനിങ്ങിലാണ് പറയുന്നത്. അമ്മ കഴിച്ച പഞ്ചസാര കലർന്ന മിഠായി, അതിൽ നിന്ന് അത് ഒരു ഡൈനാമിക് പ്രക്രിയ അല്ലെങ്കിൽ ദഹന പ്രക്രിയ, ഒരു ഡൈനാമിസേഷൻ പോലെയുള്ള സമാനമായ ഒരു പ്രക്രിയയിലൂടെ കടന്ന് അതിൻ്റെ വിഷവീര്യം മിന്നൽ പിണർ പോലെ കുഞ്ഞിലേക്ക് എത്തി. അത് അങ്ങനെ കുഞ്ഞിന് പോയിസൺ ഉണ്ടാക്കിയതല്ലേ? അങ്ങനെയല്ലേ ഇത് സംഭവിച്ചത്? ഇനി കെന്റ് തൻ്റെ ആദ്യകാലത്ത് താനൊരു റൂട്ടീനിസ്റ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ, കെന്റ് ഒരു റൂട്ടീനിസ്റ്റ് ആയിരുന്നു. അതായത് ഹോമിയോപ്പതിയുടെ അത്ഭുതം കണ്ട് അദ്ദേഹം ഹോമിയോപ്പതിയിലേക്ക് വന്നു, ഗ്രന്ഥങ്ങൾ വായിച്ചു. പക്ഷെ അപ്പോഴും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ കീനോട്ട് പ്രിസ്ക്രിപ്ഷന്റെ തടവറയിലായിരുന്നു അദ്ദേഹം. ആ ഒരു സമയത്ത് സംഭവിച്ചൊരു പരാജയത്തെക്കുറിച്ചാണ് കെന്റ് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചത് മനസ്സിൽ വെക്കണം. ഇത്തരം പരാജയങ്ങൾക്ക് ആർക്ക് സംഭവിക്കാം. ആ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ വിജയത്തിലേക്ക് കടക്കണം. ഐ റിമെമ്പർ എ കേസ് ദാറ്റ് ഐ ഫിഗേർഡ് ഓൺ. താൻ പലതവണ ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ച് അതിനെക്കുറിച്ചൊരു ഔഷധം കണ്ടെത്താൻ അതിനെക്കുറിച്ച് പലതവണ ശ്രമിച്ച ഒരു കേസിനെ കുറിച്ചാണ് പറയുന്നത്. ദ ബേബി ഹാഡ് മെർക്കുറിയൽ സ്റ്റൂൾസ്. മെർക്കുറിയുടെ സമാനമായ മലമാണ് ആ കുട്ടിക്കുണ്ടായിരുന്നത്. ഷുവർ എനഫ് അത് ഉറപ്പായിരുന്നു. ദേ വർ ഗ്രാസ് ഗ്രീൻ, പുല്ല് പോലെയുള്ള പച്ചനിറം, പുല്ലിന്റെ പച്ചനിറം പോലെ. വെൽ, Chamomilla has grass green stools and arsenicum and mercurius and lots of remedies has grass green stools. നിരവധി ഔഷധങ്ങളിൽ ഈ ഗ്രാസ് ഗ്രീൻ സ്റ്റൂൾസ് ഉണ്ട്, പൾസാറ്റിലുണ്ട്. എൻ്റെ മകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവൾക്ക് ഇന്നിപ്പോൾ VHMS വിദ്യാർത്ഥിനിയാണ്. അവൾക്ക് 8 മാസം പ്രായം ഉണ്ടായപ്പോൾ ഗ്രാസ് ഗ്രീൻ സ്റ്റൂൾസ് ഉണ്ടായി. അവളുടെ ടിപ്പിക്കൽ പൾസാറ്റിലാണ് അവൾ. അവൾക്ക് അതിനു മുമ്പ് 8 മാസം ഉണ്ടായ വർഷങ്ങളിലൊക്കെ പൾസാറ്റിലെ ഒരു സിംഗിൾ ഡോസ്, വളരെ മൈന്യൂട്ടായി കൊടുത്ത സിംഗിൾ ഡോസ് അവളെ സുഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴും പൾസാറ്റിലാണ് കൊടുത്തത്. പക്ഷേ അത് ആക്ട് ചെയ്തില്ല. പക്ഷെ ആക്ട് ചെയ്യാതിൻ്റെ പിന്നിലുണ്ടായ കാരണം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. വാസ്തവത്തിൽ ഈ ഒരു ഭാഗം വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിരുന്നു. ആ ചിന്ത ഇതിലേക്ക് പോയില്ല. അത് വലിയൊരു പരാജയത്തിന് കാരണമായി. ഞാൻ കെന്നിൻ്റെ ആ ഒരു കുമ്പസാരിക്കുകയാണ്. റൂട്ടീനിസ്റ്റ് ദാറ്റ് ഐ വാസ് ഇൻ ദോസ് ഡേയ്സ്. അന്നത്തെ കാലത്തിൽ ഞാനൊരു റൂട്ടീനിസ്റ്റ് ആയിരുന്നു. ഞാനെന്ന റൂട്ടീനിസ്റ്റ് ഐ കുഡ് നോട്ട് ഗെറ്റ് എനിത്തിങ് ബട്ട് മെർക്കുറിയസ് ഔട്ട് ഓഫ് ഇറ്റ്. ഒരു റൂട്ടീനിസ്റ്റ് ആയിരുന്ന എനിക്ക് ആ ഒരു ലക്ഷണം കണ്ടപ്പോൾ മെർക്കുറിയസ് മാത്രമേ എൻ്റെ മനസ്സിലേക്ക് വന്നുള്ളൂ. ഒരു റൂട്ടീനിസ്റ്റ് ആയാൽ മെർക്കുറിയസേ മനസ്സിലേക്ക് വരൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഔഷധത്തിൽ ആ പേഷ്യൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ അതിനോട് ഈ ഒരു ഗ്രീൻ സ്റ്റൂൾ ചേരുന്നെങ്കിൽ എനിക്ക് സംഭവിച്ച പോലെ പൾസാറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ അതൊരു തരം റൂട്ടീനിസമാണ്, മുൻവിധിയാണ്, പ്രജുഡീസാണ്. ആ കുട്ടിക്ക് നേരത്തെ പൾസാറ്റിൽ ആക്ട് ചെയ്തിരുന്നു, അപ്പോൾ ഇതും പൾസാറ്റിൽ ആക്ട് ചെയ്യുമെന്നുള്ള ഒരു മുൻവിധി, പ്രജുഡീസ്. ഒരു ഹോമിയോപ്പതി ഔഷധം കൊടുക്കുന്നൊരു വ്യക്തി അയാൾ ആരായാലും മുൻവിധിയിൽ നിന്നും വിമുക്തയായിരിക്കണം, അൺപ്രജുഡീസ് ഒബ്സർവർ ആയിരിക്കണം. ആ കാര്യത്തിൽ പരാജയം സംഭവിച്ചു. കെന്റിന് വരെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ വരുന്നതാണ്. നമുക്കും പരാജയം സംഭവിക്കാം. പരാജയത്തിന് വിജയത്തിലേക്ക് വരൂ. പക്ഷേ ഒരു വിഷഗ്വരന്, ഒരു ഫിസീഷ്യന് സംഭവിക്കുന്ന പരാജയങ്ങൾ മറ്റുള്ളവരെയും ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് അത്തരം പരാജയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു റൂട്ടീനിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് മെർക്കുറിയസ് കൊടുക്കാൻ പറ്റുമായിരുന്നു. ആൻഡ് ഓൾദോ ദ ബേബി ഹാഡ് ഗോട്ടൺ മെർക്കുറി, ആർസ് ആൻഡ് കമോമില്ല. പക്ഷെ ഈ കുട്ടിക്ക് നേരത്തെ ഇദ്ദേഹം തന്നെ ആയിരിക്കണം. മെർക്കുറി കൊടുത്തു, ആർസനിക് കൊടുത്തു, കമോമില കൊടുത്തു. ദർ വാസ് നോ റിലീഫ്. യാതൊരു ഒരു ആശ്വാസവുമില്ല. അപ്പോൾ വീണ്ടും മെർക്കുറിയസ് കൊടുക്കുന്ന കാര്യമില്ലല്ലോ. ആ ഒരു കാര്യത്തിൽ ഞാൻ വിജയിച്ചു. ഞാൻ പൾസാറ്റിൽ റിപ്പീറ്റ് ചെയ്തില്ല. പകരം ഒരു ഹോമിയോപ്പാത്തായിട്ടുള്ള എൻ്റെ സുഹൃത്തിന് ആ കേസ് റെഫർ ചെയ്യാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്. ആ ഒരു ഔഷധം അത് തന്നെ ആയിരിക്കും. ഇപ്പോൾ മെർക്കുറിയസ് ആയിരിക്കുമെന്ന് കരുതി കെന്റിന് വേണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഹോമിയോപ്പതി ഔഷധങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം, റെപ്യൂട്ടേഷൻ അദ്ദേഹത്തെ തടഞ്ഞു. അങ്ങനെ തടഞ്ഞുകൊണ്ടാണ് ആ പരാജയത്തിൽ നിന്ന് അദ്ദേഹം വിജയത്തിലേക്ക് വന്നത്. അതെങ്ങനെയാണ്? അൺടിൽ ഐ ഫൗണ്ട് ദാറ്റ്
ഞാൻ എന്താണ് കണ്ടെത്തുന്നത്? ഞാൻ ഒരു കാര്യം കണ്ടെത്തുന്നവരെ ദ മദർ ഹാഡ് ബീൻ ഈറ്റിംഗ് ക്യാൻഡി. ആ കണ്ടെത്തൽ എന്തായിരുന്നു? ആ അമ്മ, കുട്ടിയുടെ അമ്മ മിഠായി തീറ്റക്കാരുത്തിയായിരുന്നു. മിഠായി തീറ്റക്കാരുത്തിയായിരുന്നു. എൻ്റെ കാര്യത്തിൽ എൻ്റെ ഭാര്യ രണ്ടാമതും ഗർഭിണിയായിരുന്നു. ആ കാര്യം അറിഞ്ഞിരുന്നില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ഗർഭിണിയായ സ്ത്രീയുടെ മുലപ്പാലിൽ അതിൻ്റെ മുല കുടിക്കുന്നൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വയറിളക്കം ഉണ്ടാക്കാവുന്ന ചില ഘടകങ്ങൾ ഉണ്ടാകുന്ന അറിവ് എനിക്കില്ലായിരുന്നു. പിന്നീട് ഒരു ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോൾ അവിടെ പീഡിയാട്രീഷ്യനാണ് അത് പറഞ്ഞത്. അതിൽ നിന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി. മെറ്റീരിയ മെഡിക്കയും ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾസും മാത്രം അറിഞ്ഞുകൊണ്ട് എന്തും ചെയ്യാം, ഹോമിയോപ്പതി കൊണ്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു മിഥ്യാധാരണ പാടില്ല. എനിക്കാരും മിഥ്യാലോകത്തായിരുന്നു ഞാൻ. ഹോമിയോപ്പതിയെ സംബന്ധിച്ചോളം എനിക്ക് ആകാശമായിരുന്നു എൻ്റെ അതിര്. എന്തും സാധിക്കും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. എന്തും സാധിക്കുന്ന ഉറപ്പെനിക്കുണ്ടായിരുന്നു. അതെല്ലാം പൊളിഞ്ഞുപോയി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോൾ സംഭവിക്കാം. ഈ കാര്യത്തിൽ എൻ്റെ സുഹൃത്തുക്കളായ 2 ഹോമിയോപാസിനും ഇതേ തെറ്റ് സംഭവിച്ചു. സംഭവിക്കാവുന്നതാണ്. പിന്നീട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യൻ, ചെറുപ്പത്തിൽ എന്നെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, വളരെ സീനിയർ ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻ, വെറുതെ MBBS ഡിപ്ലോമയേ ഉള്ളൂ. അദ്ദേഹം ചോദിച്ചു, പ്രഗ്നൻ്റ് ആണോ? പരിശോധിച്ച് നോക്കുക, പ്രഗ്നൻ്റ് ആണ്, എന്നാൽ അത് തന്നെ മുലകൂടി നിർത്തുക. അങ്ങനെയാണ്. പക്ഷേ അതിനകം അവൾക്ക് കൊടുത്ത വളരെ രൂക്ഷമായ 2 ആൻറ്റിബയോട്ടിക്കുകൾ, അത് ഇദ്ദേഹമല്ല കൊടുത്തത്, കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടറാണ് കൊടുത്തത്. 2 രൂക്ഷമായ ആൻറ്റിബയോട്ടിക്കുകൾ അത് വലിയ കുഴപ്പമുണ്ടാക്കി. ആ കുഴപ്പമുണ്ടായതോടുകൂടി ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വരികയും പിന്നീട് ഞാൻ തന്നെ അത് മാനേജ് ചെയ്ത് സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ എൻ്റെ സ്വന്തം കുട്ടിയായതുകൊണ്ട് എനിക്ക് ആരോടും ഉത്തരവാദിത്വം പറയേണ്ടി വന്നില്ല. ഒരു പൊട്ടൻസി പരാജയപ്പെട്ടാൽ അത് വീണ്ടും കൊടുത്ത് വിജയിപ്പിക്കാം എന്ന് വിചാരിക്കരുത്. ചുരുക്കം ചില അവസരങ്ങൾ ഒഴികെ. കെൻ്റതനുസരിച്ചു, അദ്ദേഹം റിപ്പീറ്റ് ചെയ്തില്ല. പകരം അന്വേഷിക്കുകയും ഇങ്ങനെ ഒരു ഇംപ്ലിമെന്റ് ക്യൂർ അത് എന്നെ സംബന്ധിച്ചുള്ള ഇംപ്ലിമെന്റ് ക്യൂർ മോർണിംഗ് വാസിൻ്റെ ആ ഒരു ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ലിസ്റ്റില്ലാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഈ അമ്മയുടെ മുലപ്പാൽ ആ ലിസ്റ്റിലില്ല, ഗർഭിണിയായ അമ്മയുടെ മുലപ്പാൽ. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ജീവശാസ്ത്രം പഠിച്ചവർ, ഒരു പ്രൊഫഷണൽ മെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കിയവർ അത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത്തരം കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് ചെല്ലണം. അപ്പോൾ കെൻ്റ് അങ്ങനെ ചോദിച്ചപ്പോഴും അപ്പോൾ ആദ്യം എന്താ സംഭവിച്ചു? ആ സ്ത്രീയെ നിഷേധിച്ചു. ഞാൻ പഞ്ചസാര തിന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് ഇടപെടി ചെയ്ത് വൈ യെസ് യു ഡു, നീ തിന്നുന്നുണ്ട്. സെറ്റ് ദ ഹസ്ബൻഡ്, ഐ ബ്രിങ് യു ഹോം എ പൗണ്ട് ഓഫ് ക്യാൻഡി എവറി ഡേ. അപ്പോൾ അയാളുടെ പേരിലും കുറ്റമുണ്ട്. എല്ലാ ദിവസവും ഒരു പൗണ്ടിന് അര കിലോ മിഠായി ഈ മനുഷ്യൻ അയാളുടെ ഭാര്യയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ട് സംഭവിച്ച കുഴപ്പമാണ്. അപ്പോൾ പക്ഷേ ഈ ഒരു നിർണായകത്തെ അയാൾ പറഞ്ഞു, ഐ ബ്രിങ് യു, വാട്ട് യു ഡു വിത്ത് ഇറ്റ്, ഞാൻ കൊണ്ടുവന്നിരുന്ന 1 കിലോ മിഠായി നീ എന്ത് ചെയ്യുകയായിരുന്നു? ഓ ദാറ്റ് വാസ് നത്തിങ്. ആ സ്ത്രീയെ സംബന്ധിച്ച് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓ അതൊന്നുമല്ല, അവൾ ശരിക്കും 2 പൗണ്ടോ 3 പൗണ്ടോ ആഗ്രഹിച്ചിരുന്നത്, ഭർത്താവ് 1 പൗണ്ടേ കൊടുത്തുള്ളൂ. ദാറ്റ് വാസ് നത്തിങ്, ഷീ റിപ്ലൈഡ്. ബട്ട് ദ ബേബി ഡിഡ് നോട്ട് ഗെറ്റ് വെൽ അണ്ടിൽ ഇറ്റ് ഗോട്ട് അർജന്റ് നൈട്രിക്കം ആൻഡ് ദ മദർ സ്റ്റോപ്പ് ഈറ്റിംഗ് ഷുഗർ. പക്ഷേ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ കുട്ടിക്ക് അർജന്റ് നൈട്രിക്കം കിട്ടുന്നവരെയും അമ്മ ആ മിഠായി തീറ്റ നിർത്തുന്നവരെയും ആ കുട്ടിക്ക് സൗഖ്യം ഉണ്ടായില്ല. അപ്പോൾ അർജന്റ് നൈട്രിക്കം കൊടുത്തു. അർജന്റ് നൈട്രിക്കത്തിന് ആവശ്യമുണ്ട്. ഷുഗർ, പഞ്ചസാര അടങ്ങിയ പലഹാരങ്ങൾ അവരുടെ വയറിന് കുഴപ്പമുണ്ടാക്കും. എങ്ങനെ? എനിക്ക് മലബന്ധം ഉണ്ടാക്കുന്ന പോലെയല്ല, ഡയറിയ ഉണ്ടാക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ ആക്ഷൻ, അതിൻ്റെ മൊഡാലിറ്റീസ്. കുട്ടിക്ക് അർജന്റ് നൈട്രിക്കം കൊടുത്തു, അമ്മ മിഠായി തീറ്റ നിർത്തി. എന്നിട്ട് കെൻ്റ് പറയുകയാണ്, ഒരുപക്ഷെ ആ സ്ത്രീ പറഞ്ഞതായിരിക്കും, കൊട്ടേഷനിൽ ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്, ഇറസിസ്റ്റിബിൾ ഡിസയർ ഫോർ ഷുഗർ. പഞ്ചസാരയോടുള്ള അല്ലെങ്കിൽ മധുരത്തോടുള്ള, പഞ്ചസാര കലർന്ന പലഹാരങ്ങളോടുള്ള തടയാൻ സാധിക്കാത്ത അഭിനിവേശം, ആഗ്രഹം, അഭിനിവേശം, ഇറസിസ്റ്റിബിൾ ഡിസയർ. അയാളുടെ വില്ല് എത്രമാത്രം കറക്റ്റായിരിക്കുന്നു. ഇവിടെ ഇൻ്റലക്റ്റാണ് നമ്മൾ പറഞ്ഞത്, പക്ഷേ വില്ലിൻ്റെ മണ്ഡലത്തിലും ഇങ്ങനൊരു കുഴപ്പമുണ്ട്. Quite a number of medicines have craving for sweets, but many of them can eat sweets with impunity. അപ്പം നിരവധി ഇത് ശ്രദ്ധിക്കണം, നിരവധി ഔഷധങ്ങളിൽ പഞ്ചസാരയോടുള്ള, മധുരത്തോടുള്ള ആഗ്രഹം, അഭിനിവേശം, കൊതി ഉണ്ട്.
പക്ഷേ അവരിൽ പലർക്കും വലിയ കുഴപ്പമില്ലാതെ, ഇമ്മ്യൂണിറ്റി ഇല്ലാതെ, അതുകൊണ്ടൊരു ശിക്ഷ കിട്ടാതെ, ഒരു ആഹാരം കഴിച്ചുകൊണ്ട് ശിക്ഷ, ഇമ്മ്യൂണിറ്റി അത് ശിക്ഷയില്ല, ആഹാരം കഴിച്ചത് കുഴപ്പമില്ല, മധുരം കഴിച്ചത് കുഴപ്പമില്ലാതെ മധുരത്തോട് ആഗ്രഹം പലതിനുമുണ്ട്. പക്ഷെ അർജന്റീൻ നൈട്രേറ്റിൽ മധുരത്തോട് ആഗ്രഹമുണ്ട്, മധുരം കഴിച്ചാൽ കുഴപ്പമുണ്ട്. It's always a peculiar thing when one of the articles of diet, such as milk, sugar, salt, starch, etc., and the things of the table make sick. അപ്പോൾ നമ്മുടെ ആഹാരമേശയിലെ പതിവ് സാധനങ്ങൾ, പാല്, പഞ്ചസാര, ഉപ്പ്, സ്റ്റാർച്ച് എനിക്കൊരു കാലത്ത് പ്രശ്നമായിരുന്നു. ഞാൻ ട്രയോയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ബ്രെഡ്, ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങൾ തിന്നു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ ചൊറിച്ചിലുണ്ടാകുമായിരുന്നു. ആ ഒരവസ്ഥയിലാണ് ബാബുച്ചേട്ടൻ എൻ്റെ കേസെടുത്തതും ഞാൻ സൾഫർ മാത്രമെന്നുള്ള അവസ്ഥയിൽ നിന്നും ട്രയോയിലേക്ക് പോയതും. ട്രയോയുടെ 2-3 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ സ്റ്റാർച്ച് കൊണ്ടുള്ള പ്രശ്നം പോയി. അപ്പോൾ ഇങ്ങനെ വരുന്നത് വളരെ പെക്യുലിയറാണ്. നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് കുഴപ്പമുണ്ടാകാന്ന് വെച്ചാൽ അത് വലിയ കുഴപ്പമാണത്. നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. പഞ്ചസാരയും ഉപ്പുമൊക്കെ മനുഷ്യന് ആവശ്യമാണ് മിതമായ തോതിൽ. അത് കുഴപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുഴപ്പം തന്നെയാണ്. അയാളുകൾ ഡീപ് സീറ്റഡ് പ്രശ്നമുണ്ടെന്നർത്ഥം. when it is said that I cannot eat a teaspoonful of anything with starch, egg or sugar in it without being sick. അപ്പോൾ സ്റ്റാർച്ചോ കാർബോഹൈഡ്രേറ്റോ മുട്ടയോ പഞ്ചസാരയോ അടങ്ങിയ ഒരു ഭക്ഷണപദാർത്ഥത്തിൻ്റെ ഒരു ടീസ്പൂൺ പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് രോഗി പറഞ്ഞാൽ ആ രോഗിയിൽ വളരെ ഡീപ്പ് സീറ്റഡ് ആയ കുഴപ്പമുണ്ട്. അതിനെ കണ്ടെത്താൻ എന്താ വേണ്ടത്? അയാളുടെ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് വേണം, അയാളുടെ ജനറാലിറ്റീസ് വേണം, കൃത്യമായ മൊഡാലിറ്റീസ് വേണം. അതനുസരിച്ച് ഔഷധം കണ്ടെത്തി കൊടുത്താൽ അയാൾ അതിൽ നിന്ന് സുഖപ്പെടും. ഇറ്റ് ഈസ് ഓൾവേസ് സ്ട്രേഞ്ച് ആൻഡ് പെക്യുലിയർ. എപ്പോഴും അസാധാരണമാണ്, തനിമയുള്ളതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് കംസ് ഇൻ ഓൺലി ആസ് എ ക്രേവിംഗ് ആൻഡ് അഫക്റ്റിംഗ് സ്റ്റൊമക്ക്. വെറുതെ ഒരു ക്രേവിങ്ങും വെറുതെ ഒരു കൊതിയോ വെറുതെ ഒരു ആർത്തിയോ ഉണ്ടായിട്ട് അയാളുടെ വയറിനെ ബാധിക്കുന്നതല്ല. ബട്ട് ഇറ്റ് അഫക്ട്സ് ദ ഹോൾ പേഷ്യൻസ്. ആ രോഗിയെ മൊത്തം ബാധിക്കുന്നതാണ്. നിങ്ങൾ കൂടുതൽ ചിന്തിക്കുക, ഈ ഒരു ലക്ഷണം അയാളുടെ വയറിനെ മാത്രം ബാധിക്കുന്ന ഒരു പർട്ടിക്കുലർ അല്ല, അതൊരു ജനറലാണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ചയാണ് എൻ്റെ വരുന്നത്. ഇത്തരം ക്രേവിങ്സിനെ നിങ്ങൾ ജനറൽ സിംറ്റമായിട്ട് തന്നെ എടുക്കണം. ദ പേഷ്യന്റ് സേസ് ഐ ബിക്കം സിക്ക്. എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നു, എൻ്റെ വയറിന് കുഴപ്പമുണ്ടാകുന്നില്ല, എനിക്ക് പറ്റില്ല. ഞാനങ്ങനെ പറയുന്നത്. ഇപ്പം എനിക്ക് മധുരം കഴിച്ചാൽ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. ഓണത്തിനോ വിഷുവിനൊക്കെ നല്ല പായസം കൊണ്ട് കിട്ടും. ആ പായസം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നതാണ്, ഇത് കഴിച്ചാൽ എനിക്ക് കുഴപ്പമാണ് അങ്ങനെ പറയും. അത് ഒരു ജനറലാണ്. ആൻഡ് ഹെൻസ് ഇറ്റ് ബിക്കംസ് എ ജനറൽ. അതുകൊണ്ട് അതൊരു ജനറലായി മാറുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കി എടുക്കണം. അത്തരം കാര്യങ്ങൾ ഒട്ടുമിക്ക രോഗികളുണ്ടാവും. When the patient gets a diarrhea from eating sugar, it is not merely a local and particular symptom. കുറച്ച് പഞ്ചസാര കഴിച്ചിട്ട് അയാൾക്ക് വയറിളക്കം ഉണ്ടായി, അല്ലെങ്കിൽ മലബന്ധം ഉണ്ടായി, എന്തെങ്കിലും ഉണ്ടായി, വയറെരിച്ചിലുണ്ടായി, അത് വയറിനെ ബാധിക്കുന്ന ഒരു ലോക്കൽ ആയിട്ടൊരു പർട്ടിക്കുലർ സിംറ്റം അല്ല. ബിക്കോസ് ദ ഹോൾ പേഷ്യന്റ് ഈസ് സിക്ക് ബിഫോർ ദ ഡയറിയ ബിഗിൻസ്. ഉണ്ടോ? ആ വയറിളക്കം തുടങ്ങുന്നതിന് മുമ്പ് ആ രോഗിയെ മൊത്തത്തിൽ അയാളുടെ വൈറ്റാലിറ്റിയെ ബാധിക്കുകയും വൈറ്റാലിറ്റി ഡിറേഞ്ച്ഡ് ആകുകയും ചെയ്തു. ആ ഡിറേഞ്ച്മെന്റിന്റെ, ആ ഒരു വൈറ്റൽ ഡിറേഞ്ച്മെന്റിന്റെ ഒരു ലോക്കൽ മാനിഫെസ്റ്റേഷൻ മാത്രമാണ് അയാളുടെ വയറുണ്ടായത്. പക്ഷേ അയാളുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത്, എനിക്ക് പറ്റില്ല, എനിക്ക് കുഴപ്പമാണ്, അയാളെ മൊത്തം ബാധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു പർട്ടിക്കുലറിനെയും ജനറലിനെയും തമ്മിൽ തിരിച്ചറിയാൻ ആ അതിർവരമ്പുകൾ ചിലപ്പോഴൊക്കെ വളരെ നേർത്തതായിരിക്കും. വളരെ ശ്രദ്ധാപൂർവം, വളരെ ബുദ്ധിപൂർവ്വം നിങ്ങളതിനെ നേരിടണം. ഇന്റലിജന്റ് പ്രിസ്ക്രൈബർ ആകുക എന്ന് എൻ്റെ പലയിടത്തും പറയുന്നുണ്ട്. കേസ് ടേക്കിങ്ങിൽ നിങ്ങൾ ആ ഇന്റലിജൻസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും മുൻവിധി പാടില്ല. എന്തെങ്കിലും പറയുമ്പോൾ അതിനെ ചാടിക്കുക ഒരു മുൻവിധിയിലേക്ക് നിങ്ങൾ പോകരുത്. ദ ഡയറിയ ഈസ് ദ ഔട്ട്കം. ഡയറിയന്റെ ഫലം മാത്രമാണ്, യഥാർത്ഥ പ്രശ്നമല്ല ഡയറിയ. ഹെൻസ് ആസ് ഇറ്റ് ഈസ് എ ജനറൽ, ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ഇറ്റ് ഷുഡ് ബി എക്സാമിൻഡ് ഇൻ ടു. അതൊരു ജനറൽ ആയതുകൊണ്ട് നിങ്ങളതിനെ പരിശോധിച്ച് നിങ്ങളുടെ കേസ് ഷീറ്റിൽ അർഹമായ പ്രാധാന്യം കൊടുക്കണം. ഉണ്ടോ? ഇതൊക്കെ എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. കെന്റ് ചിലപ്പോൾ വളരെ ഉന്നതമായ തത്വങ്ങൾ, ഹോമിയോപ്പതി തത്വങ്ങൾ, അതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ടായിട്ടുള്ള കാര്യങ്ങൾ
ഒരു പൊട്ടൻസി എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു ജനറൽ എന്താണ്, ഒരു ജനറലും പെക്യുലറും തമ്മിലുള്ള അതിർവരമ്പുകൾ എങ്ങനെ മങ്ങിയതാകാം എന്നൊക്കെ കെന്റ് പറഞ്ഞു തരും. ഇത്ര മനോഹരമായ ഗ്രന്ഥമാണത്. നിങ്ങളൊരു കംപ്ലീറ്റ് ആൻഡ് സക്സസ്ഫുൾ ഹോമിയോപ്പതി പ്രിസ്ക്രൈബർ ആക്കാൻ കഴിവുള്ള ഗ്രന്ഥമാണത്. നമുക്ക് ഇത്തരം വിവരങ്ങൾ തുറന്നുകൊണ്ട് നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.